അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് സഹജീവികളോടുള്ള കാരുണ്യമാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനം തന്നെ കാരുണ്യമില്ലാത്ത ഒരു സമൂഹത്തിന് കരുണയുടെ സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ്. ഇന്നമാന റഹ്മത്തും മുഹ്ദാത്ത് എന്നാണ് പറഞ്ഞത്. പ്രവാചകരെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്, ഞാൻ കാരുണ്യത്തിൻ്റെ പ്രവാചകനാണ്. സഹജീവികളായ മനുഷ്യരോടും സഹജീവികളായ മൃഗങ്ങളോടും കരുണ കാണിക്കാൻ വേണ്ടി പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇർഹമു മൻഫിൽ അർളി യർഹമുക്കും മൻഫിസ് സമാ. ഭൂമിയിലുള്ള എല്ലാവരോടും ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരോടും കരുണ കാണിക്കുവീനെന്ന സന്ദേശമാണ് ലോകത്തോട് മുഹമ്മദ് നബി നൽകിയിട്ടുള്ളത്. ഇർഹമു മൻഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ ചെയ്യുക. എന്നാൽ ഇർഹമുക്കും മൻഫിസ് സമാ, ആകാശത്തിലുള്ള സൃഷ്ടാവ് നിങ്ങളോട് കരുണ ചെയ്യുമെന്നാണ്. കരുണ എന്ന് പറയുന്നത് മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോട് പോലും പ്രവാചകർ വലിയ കരുണ കാണിച്ചവരാണ്. മദീനയിൽ ഒരിക്കൽ പ്രവാചകർ ഒരു ആറാബിയുടെ തോട്ടത്തിലേക്ക് ചെന്നപ്പോൾ പ്രവാചകൻ്റെ വരവ് കണ്ട ഒരു ഒട്ടകം ഓടിച്ചെന്ന് പ്രവാചകൻ്റെ അരികിലെത്തി. ആ ഒട്ടകത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വളരെ വിഷമത്തിലായിരുന്നു ആ ഒട്ടകം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒട്ടകത്തിൻ്റെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് ആ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനെ വിളിക്കുകയാണ്. ആരാണ് ഇതിൻ്റെ ഉടമസ്ഥൻ? അപ്പോൾ ഒരു അഅറാബി പറയാണ്, ഞാനാണ് അതിൻ്റെ ഉടമസ്ഥൻ. ആ ഉടമസ്ഥനോട് അള്ളാൻ്റെ റസൂൽ പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയോ? ഈ ഒട്ടകത്തെ സംരക്ഷിക്കാനാണ് നിനക്കല്ലാഹു നൽകിയിട്ടുള്ളത്. നിനക്കല്ലാഹു ഇതിനെ നൽകിയിട്ടുള്ളത് ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു മൃഗത്തെ പോലും ബുദ്ധിമുട്ടിപ്പിക്കരുത്, ഒരു മൃഗത്തോട് പോലും കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. നായയോട് കാരുണ്യം കാണിച്ച ഒരു ബനു ഇസ്രായേലിലെ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ സുവർഗത്തിലേക്ക് എത്തിയെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇസ്ലാം. ലോകത്ത് ലാ യർഹമു മല്ലാ യുർഹം, ലാ യുർഹമു മല്ലാ യർഹം. കരുണ കാണിക്കാത്തവരോട് അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട്